ഉത്സവകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കൽ കുറച്ച് കുറവാട്ടാ. സന്ധ്യ ആകുമ്പോൾ ഇതുപോലൊരു പോക്കാട്ടാ. സന്ധ്യയ്ക്ക് എല്ലാ സന്ധ്യക്കും അല്ല, ഇത് ഞങ്ങളുടെ അടുത്തുള്ള മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാട്ടാ. അപ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാട്ടാ. എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ടീംസൊക്കെ ഉണ്ട്, ഓരോരുത്തർ ഓരോ കാഴ്ചേൻ്റെ ഒക്കെ പുറകെയായിട്ട് ഇപ്പുറമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെൺകുട്ടികളൊക്കെയാണ്, അവരുടെ നല്ലൊരു കാവടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പുറകെ. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞങ്ങൾ ഇതുപോലെ ഓണക്കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നടന്നിരുന്നതൊക്കെ ഓർമ്മ വരും ഏട്ടാ. പിന്നെ ഇതൊരു സംഭവം അടിപൊളി ഏട്ടാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ഒരു ഫണ്ണി ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവർ. ഇതൊക്കെ കണ്ടു നിൽക്കലുണ്ട് ആ വലിയൊരു കരടി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പെടൂല, നോക്കുമ്പോൾ ട്രക്കത്തിനെ കൂടി വന്നിട്ട് ഒരു പേടിപ്പിക്കില്ല. അയ്യോ, നന്ദൊക്കെ നെഞ്ചത്ത് കൈവച്ച് പോയി കേട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കലടാ, അതിലും വലിയൊരു സാധനം. ഇത് കിണ്ണം കാച്ചൊരു വൈബ് തന്നെ കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ പേടിക്കാത്തതാണ്, നോക്കുമ്പോഴാണ് അതിൻ്റെ നോട്ടം കിട്ടിപ്പോയി. ഈ ഓട്ടത്തിന് ഞാൻ ആ മതിലവിടെ ബാക്കിലില്ലെങ്കിൽ അലച്ചും കെട്ടി അപ്പുറത്തോട്ട് വീണേനേട്ടാ. സംഭവം നല്ലോണം അങ്ങോട്ട് പേടിപ്പിക്കുന്നുട്ടാ. അപ്പോൾ ശരിക്കൊരു വൈബാട്ടാ. എന്താ വെച്ചാൽ അതൊരു രസം തന്നെയാണ്, എല്ലാവരെയും നേർക്ക് അങ്ങനെ വരികയും. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എന്തോ ഞാൻ അങ്ങനെ എപ്പോഴും പേടിക്കാത്തറ എന്ന് പറയുന്ന പോലെ ഞാൻ പേടിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ഇതിൻ്റെ ഒരു വലിപ്പമൊക്കെ കണ്ടിട്ടേ നമ്മൾ പെട്ടെന്ന് എല്ലാവരും കൂടി അങ്ങനെ ഓടി വരുമ്പോൾ ഒരു ഒരു അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അത് നല്ലൊരു രസമാക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കരടിനെ തന്നെ കണ്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പോയിട്ടാ. അതിൻ്റെ മുന്നിൽ പെടാണ്ട് ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ അത് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പേടിച്ചിട്ട് ഓടിക്കളയും. ഇതിൻ്റെ ഒരു അത്രയും വലിപ്പമുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ. കാഴ്ചകൾ എന്നും കണ്ണിന് കുളിർമയകണമെന്നാണല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഉത്സവം എന്തായാലും വൈബായിരുന്നു. പിന്നെ നമ്മളെ കരടിയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, പറയണ്ടല്ലോ, സൂപ്പറായിരുന്നു കേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ കരടീനെ കണ്ടിട്ടാണ്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഉത്സവമാണല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ ഇപ്പോൾ എല്ലാവർക്കും. അതെ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ഭാഗങ്ങൾ 3 ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഉത്സവങ്ങളാട്ടോ. ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ എന്തായാലും നല്ല അടിച്ചു പൊളിയായിട്ട് തന്നെ കേട്ടോ അവിടെ നടന്ന് ഇങ്ങനെ കൂട്ടിയത്. ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തോടൊക്കെ പോയിട്ട് നല്ലൊരു രസമായിട്ടോ ഇങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ആയിട്ട്. പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ, അതും സൂപ്പറായിരുന്നു. പെൺകുട്ടികൾ നല്ല തകർത്താടുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന് ഇതുപോലത്തെ ഡാൻസിൻ്റെ കൂടെ കിടന്നിട്ടൊരു തുള്ളലില്ലേ നമ്മൾ, അതൊരു രസമായിട്ടോ. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും നല്ല അടിപൊളിയായിട്ട് എനിക്ക് അവസരം കിട്ടിയാൽ ഞാനിങ്ങനെ ആടും കേട്ടോ. എനിക്ക് ഈ കുട്ടികളൊക്കെ കിടന്ന് ആടണിട്ട് എൻ്റെ കാലം ഉറക്കുന്നില്ല, ഇങ്ങനെ ഞാനും ഇങ്ങനെ അനങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ. നമ്മൾ ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നും ഇട്ടാ ഇപ്പോൾ ഫുൾ വൈബ് പെൺകുട്ടികൾ തന്നെയാണ് കേട്ടോ. ഫുള്ളായിട്ട് തകർക്കിടന്ന് നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത്. നമ്മളെ പണ്ടത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നാടകം കാണാൻ പോക്കാണല്ലേ. അപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ നല്ല നാടകമായിരിക്കും കാണുക. എന്ന് വെച്ചാൽ 3ാമത്തെ ബെല്ലോട് കൂടി ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. ലാസ്റ്റാണ് അമ്മ വിളിച്ചെണീപ്പിക്കുക, ബാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പോക്ക് ആടി ഉലഞ്ഞ് വീട്ടിലേക്ക്. അങ്ങനെ പച്ചക്കറി ബിരിയാണിയൊക്കെ വെച്ച് ഞങ്ങൾ വീട്ടിലോട്ട്.